ഷിബാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പടവലങ്ങ കറിയാണ്. നല്ല രുചിയോടുകൂടെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും അതോടൊപ്പം ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്നതും തേങ്ങയില്ലാതെയും തക്കാളി ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു അടിപൊളി രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പടവലങ്ങ കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു കുക്കർ എടുക്കാം. ആ കുക്കറിലേക്ക് നമുക്ക് ആദ്യം പടവലങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. കഴുകിയെടുത്ത പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് കട്ട് ചെയ്തത്. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. കുക്കർ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പടവലങ്ങയും ക്യാരറ്റും പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതേപോലെ ഒരു തവി എടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തവി വെച്ച് നല്ലതുപോലെ ഉടച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു രുചിയും കൂടെ കിട്ടും. അതിനായിട്ടാണ് നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. അതേപോലെ കറി നല്ലതുപോലെ കുറുകി നല്ല കട്ടിയായിട്ടും ഇരിക്കും. ഞാൻ ഈ പരുവത്തിലാണ് കറി എടുക്കുന്നത്. ഇതിൽ വെള്ളം ഒഴിച്ച് വീണ്ടും ലൂസാക്കുന്നെങ്കിൽ ലൂസാക്കാം. ഇനി ഒരു മൺചട്ടി ചൂടാക്കാം. ചൂടായ മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളുടെ ആ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതായ പരിപ്പും പടവലങ്ങയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 2 മിനിറ്റ് ചെറു തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ തന്നെ നമ്മൾ പരിപ്പൊക്കെ നല്ലതുപോലെ വേവിച്ചതാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ മസാലയെല്ലാം നല്ലതുപോലെ പിടിക്കുവാൻ വേണ്ടിയാണ് വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നത്. 2 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പരിപ്പും പടവലങ്ങയും ക്യാരറ്റും ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തക്കാളിയോ തേങ്ങയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചിയോട് കൂടിയുള്ള ഒരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.